ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളിയാഴ്ച ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. $1000 പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ തമ്മിലൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വിശദീകരണം, അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ BTCയിൽ നമ്മളൊരു ട്രേഡിൻ്റെ അത് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ ചാനലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വോത്താണ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ഓക്കെ, സോ നമ്മൾ ഡിസ്കോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോഡിൽ നമ്മൾ ലൈവായിട്ട് സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെള്ളിയാഴ്ച നമ്മൾ GBP/JPYയിൽ നമ്മൾ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ട്രേഡ് നമ്മൾ അവസാനിക്കുമ്പോൾ ഏകദേശം $158 പ്രോഫിറ്റിലായിരുന്നു. ഓക്കെ, പക്ഷെ അത് ഇപ്പോൾ ഏകദേശം $300 പ്രോഫിറ്റിലായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഏകദേശം കാണിച്ചു തരാം. എൻ്റെ ട്രേഡ് ലോക്കർ ഒന്ന് ഓപ്പൺ ആവട്ടെ. ട്രേഡ് ലോക്കർ ഓപ്പൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $348 ഇത് പ്രോഫിറ്റിലാണ് ഇപ്പോൾ. $348 പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇമാജിൻ ചെയ്ത് നോക്കൂ. $348 ഏകദേശം 25,000-27,000 രൂപയ്ക്ക് മേലെ ഒരു ദിവസം കൊണ്ട്. വേണ്ട, ഒരു 3 ദിവസം കൊണ്ട്. 2 ദിവസം ട്രേഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് വെള്ളിയാഴ്ച ശനിയാഴ്ച ട്രേഡ് ഇത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനൊരു വ്യാഴാഴ്ച ഇട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ചക്ക് ഇത് അടിക്കേണ്ടതാണ്. $1000 ഏകദേശം 84,000-85,000 രൂപ പ്രോഫിറ്റ്, അതും ഒരു ദിവസം കൊണ്ട്, 1-2 ദിവസം കൊണ്ട്. എവിടുന്നെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക്? മാർക്കറ്റിൽ കണ്ണിങ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങൾക്ക് കോടികൾ തരും, കോടികൾ. ഓക്കെ, മാർക്കറ്റിൽ കളിക്കാൻ അറിയുന്നവർ അത് ഉണ്ടാക്കുന്നുമുണ്ട്. ലക്ഷങ്ങൾ, കോടികൾ, ആയിരങ്ങൾ. നിങ്ങൾ പണിക്ക് പോകുന്ന പൈസക്ക് ഇതിരുന്ന് നിങ്ങൾ പണിക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പണിക്ക് പോകണം, നമ്മളെ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്ക് തന്നെ പോകണം. ബട്ട് ഒരു മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഇരിക്കുകയാണ്, ഒരു ഫുൾ ടൈം ട്രേഡർ ആയിട്ട് ഇതിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ബട്ട് നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആവണതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തന്നെ പോകണം. നിങ്ങൾ ലേൺ ചെയ്യണം, അതായത് പഠിച്ചുകൊണ്ടേയിരിക്കണം. മാർക്കറ്റിൽ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഡിസ്കോഡിലുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ് ആവും. എൻ്റെ ഒരു വിശ്വാസം അതാണ്. ഇനി ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഇതാണ്. നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഇന്നലെ ഇതാക്കിയിട്ടുണ്ട്. അത് ഇനി ഇറക്കി വെക്കണം. ഈ ഒരു ലെവലിലായിരുന്നു നിങ്ങൾക്ക് ഞാൻ സ്റ്റോപ്പ് ലോസിൻ്റെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എൻട്രി ഇട്ടത് ഈ ഒരു പൊസിഷനിൽ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് ഈ ഒരു കണക്കിന് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്താലും ഞാൻ ഓവറോൾ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവും. അതേപോലെ തന്നെ നമ്മൾ BTC/USD ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. BTC/USD ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. BTC/USD 5 മിനിറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ചേഞ്ച് ആയത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചേഞ്ച് ആയത് കാണാൻ പറ്റും. ഇവിടെ ഇതാണ് ലാസ്റ്റ് ബോസ്. ഇവിടെ സ്ട്രക്ചർ ചേഞ്ച് ആയത് കാണാൻ പറ്റും. ഇതിനി ചിലപ്പോൾ ഇവിടെ വരെ ഇറങ്ങി. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് പോലെ കാണുന്നുണ്ട്. യെസ്, ഒരു ബ്രേക്ക്, ഒരു ചെറിയ വിക്ക് അടിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ STയിൽ വന്ന് തട്ടിയിട്ടാണ് അത് കയറിയിരിക്കുന്നത്. ഓക്കെ, 1 ഹവറിൽ നമുക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് STയിൽ വന്ന് തട്ടിയിട്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. STന്ന് വന്ന് റിജക്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിജക്റ്റ് ചെയ്തെന്ന് പറയാം. എവിടെ വേണേലും നോക്കാം, രണ്ടിലും തട്ടിയിട്ടുണ്ട്. STയിലും തട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പിലും തട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ റീടെസ്റ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ ഇവിടെ തട്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ വന്ന് തട്ടിയിട്ട് ഇത് കയറിപ്പോവും. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഇനി ഇത് കയറും ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു ഡിസിഷൻ ലോഡർ ബ്ലോക്ക് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇതെന്തായാലും ബ്രേക്ക് ആവുമെന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇത് ഇവിടെ തന്നെ കയറിപ്പോവും. നമുക്ക് ഇവിടുന്ന് എന്തായാലും ട്രേഡ് ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാ ഒരു ട്രേഡ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ,
അതേപോലെ തന്നെ ഇത് ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ഇടുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ഇടുന്നില്ല. റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഒരു ട്രേഡ് റണ്ണിങ്ങിലാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേപ്പർ ട്രേഡിങ്ങിൽ ഞാനൊരു ട്രേഡ് ഇടാൻ പോവാണ്. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനൊരു 1000 ആണ്. ഈ 1000 അതായത് 1000 യൂണിറ്റ്സ് ആണ് ബൈ ഇടുന്നത്. ഓക്കെ, 1000 വേണ്ട, 10. ഓക്കെ, ഞാൻ 10 ഇട്ടിരിക്കണത്. സോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വലിച്ചിറക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഇറക്കി. സ്റ്റോപ്പ് ലോസ് ഏകദേശം $413 സ്റ്റോപ്പ് ലോസ്. 400 അല്ല, ഏകദേശം $19,000 സ്റ്റോപ്പ് ലോസ്. അയ്യോ, നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ലോട്ട് സൈസ് ഇട്ടത് കുറച്ച് വ്യത്യാസമായി തോന്നുന്നുണ്ട്. അത് നമുക്ക് ലോട്ട് സൈസ് കുറയ്ക്കാം. പാർഷ്യൽ ക്ലോസിൽ ഞെക്കാം. നമുക്ക് 1 മതി. വേണ്ട, 9 ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ഞാൻ 9 ക്ലോസ് ചെയ്തു. സോ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് 1000. കുഴപ്പമില്ല, ഡെമോ അക്കൗണ്ടല്ലേ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് ഇവിടെ വെച്ചു. പ്രോഫിറ്റ് ഏകദേശം 4000. ഇത് ഇവിടെ കിടക്കട്ടെ, ഇത് ഇവിടെ ഇറക്കി വെക്കാം. ഓക്കെ ഓക്കെ, ഇപ്പം കറക്റ്റായി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇവിടെ ഇറക്കി വെച്ചു. സോ നമ്മളെ ട്രേഡ് ഇതാണ്. നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ട്രേഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണേലും ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് തിങ്കളാഴ്ച മൊമെൻറ്റം വരാൻ കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 1.5 ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആവണം. ഓക്കെ, ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആയാലേ നമുക്ക് ട്രേഡിനൊരു ബലം വരുള്ളൂ, അതായത് മാർക്കറ്റിലൊരു മൊമെൻറ്റം വരുള്ളൂ. ഇപ്പോൾ വല്ലാത്തൊരു മൊമെൻറ്റം ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. എൻ്റെ ഈ ട്രേഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ചെറിയ 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 ക്യാൻഡിൽസ് ആണ്. ഇതേപോലത്തെ ക്യാൻഡിൽസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇതൊക്കെ ന്യൂയോർക്ക് സെക്ഷൻ ആണ്. ന്യൂയോർക്ക്, ലണ്ടൻ, ഇത് ലണ്ടൻ, ന്യൂയോർക്ക് സെക്ഷനൊക്കെയാണിത്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇത് എന്താവും എന്നുള്ളത്. അതേപോലെ തന്നെ ബി ടി സിയിൽ നമ്മൾ ട്രേഡ് ഉണ്ട്. ബി ടി സിയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല, അത് കൺഫേം ആണ്. മേ ബി ഇനി സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഇത് ഇറങ്ങിപ്പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ എൻട്രി പോലെ ആയിട്ടുണ്ട്. ഇത് റീടെസ്റ്റ് അടിക്കുമ്പോൾ, റീടെസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. റീടെസ്റ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇത് കയറിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇറങ്ങി ഡൗൺ ട്രെൻഡ് ആവും. ഓക്കെ, രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാം ഒരു 50-50% അല്ലേ. ഇതിപ്പോൾ റീടെസ്റ്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടി, ഇനി എന്തായാലും ഇത് മേലെ എത്തും. അതെന്തായാലും എനിക്കൊരു 90% ഒന്ന് കൺഫേം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറെ യൂറോയിലൊന്നും ഇന്ന് ട്രേഡ് ഇല്ല. കാരണം യൂറോ ഒക്കെ ന്യൂസ് വന്നിട്ട് വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ന്യൂസ് വന്നിട്ട് അതേപോലെ തന്നെ ജി ബി പിയിലുണ്ട്. ജി ബി പിയിൽ ഈ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ട്. ഇവിടെ കൺഫർമേഷൻ കിട്ടുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയ ഇതൊരു ബോസായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഇവിടെയാണ് ഞാൻ ബോസായിട്ട് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത് ബ്രേക്ക് ആയിട്ടില്ല, ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ഇടാം ഒരു റിസ്ക് വെച്ചിട്ട്. ബട്ട് ഞാൻ റിസ്ക് എടുക്കണില്ല. അതേപോലെ തന്നെ നമ്മൾ ജി ബി പി ആണ് മെയിൻ. ജി ബി പി ജെ പി വൈ ആണ് മെയിൻ. അതേപോലെ തന്നെ എ യു ഡി യു എസ് ഡി ജെ പി വൈ ഒക്കെ ഏകദേശം ഒരു കണക്കാണ്. എന്താവുമെന്ന് നോക്കി കണ്ടു അറിയണം. എന്താവും എന്നറിയില്ല, നോക്കാം. ബി ടി സിയിൽ എന്തായാലും ടൈം എടുക്കും. ഓക്കെ, നോക്കാം എന്തായാലും. സോ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. ഇനി ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ എന്തായാലും ഇന്ന് ഇടണം. ഓക്കെ, നമ്മളെ ക്ലാസ്സിൻ്റെ തേർഡ് പാർട്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഒരു 7 മണി 6 മണിൻ്റെ ഉള്ളിൽ നമുക്ക് 8 മണിക്ക് ലൈവ് ഉണ്ട്. അതിൻ്റെ മുമ്പ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ മറക്കാതെ തന്നെ വീഡിയോ മൊത്തം കാണുക. അതേപോലെ തന്നെ വൈകുന്നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.